നമുക്കിനി ജനറേറ്റേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും എർത്തിങ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ ന്യൂട്രൽ എർത്ത് ചെയ്യണം, അതിൻ്റെ ബോഡി എർത്ത് ചെയ്യണം, ബോഡി പാർട്സിൽ എർത്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് എർത്ത് ബിറ്റിന് പകരം എർത്ത് ബിറ്റിൻ്റെ അകത്ത് പ്ലേറ്റ് എർത്തിങ്ങിന് പകരം നമ്മൾ റോഡാണ് ഉപയോഗിക്കണമെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു മാതൃകയാണ് കാണിച്ചേക്കുന്നത്. ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. 30 ഓം മീറ്റർ റെസിസ്റ്റിവിറ്റി ഉള്ള ഒരു സോയിലിൽ നമുക്ക് ഡിഫറെൻറ്റ് ജനറേറ്റേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നമ്പർ ഓഫ് എർത്ത് റോഡ്സ് എന്തായാലും 3 മിനിമം വരാറുണ്ട്. കാരണം ന്യൂട്രലിനും ബോഡിക്കൊക്കെ ആയിട്ട് 2 ബോഡി ന്യൂട്രൽ അതൊക്കെ കൂട്ടിയിട്ട് 3 വരുന്നുണ്ട്. അപ്പോൾ 10 kVA ജനറേറ്ററാണ്. 30 ഓം മീറ്റർ സോയിൽ റെസിസ്റ്റിവിറ്റിയിൽ 10 kVA വരെയുള്ള ജനറേറ്ററിന് ഏകദേശം 14 ആംപിയറോളം കറണ്ടായിരിക്കും ഫുൾ ലോഡ് കറണ്ട് വരാൻ പോകുന്നത്. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് 1.5 മീറ്റർ നീളമുള്ള 14.2 mm ഡയമീറ്ററുള്ള റോഡ്സ് യൂസ് ചെയ്യാം. കോപ്പർ ബോണ്ടഡ് റോഡ്സ് യൂസ് ചെയ്യാം. 3 റോഡുകൾ വീതം യൂസ് ചെയ്യണം. 15 kVA വരെയുള്ള ജനറേറ്ററാണെങ്കിൽ 21 ആംപിയറായിരിക്കും അവിടുത്തെ ഫുൾ ലോഡ് കറണ്ട്. അവിടെയും സെയിം 1.5 മീറ്റർ നീളമുള്ള 14.2 mm ഡയമീറ്ററുള്ള 3 കോപ്പർ ബോണ്ടഡ് റോഡ്സ് ഉപയോഗിച്ചാൽ മതി. 15 kVA മുതൽ 61 kVA വരെ 88 ആംപിയറോളം പോകാൻ സാധ്യതയുണ്ട്. അവിടെ 1.5 മീറ്റർ നീളമുള്ള റോഡായിരിക്കും, പക്ഷേ അതിൻ്റെ സൈസ് കുറച്ച് കൂടും. 17.2 mm ആണ് അവിടുത്തെ റോഡ്. 3 യൂസ് ചെയ്യാം. 63 തൊട്ട് 82.5 kVA ഉള്ള ജനറേറ്ററുകൾക്ക് റോഡിൻ്റെ നീളവും കൂടും. 2 മീറ്റർ നീളം 17.2 mm തിക്നെസ് ഉള്ള ഇതായിരിക്കും. 100 kVA 140 ആംപിയറോളം അവിടുത്തെ ഫുൾ ലോഡ് കറണ്ട് വരും. അവിടെ 2.5 മീറ്റർ നീളമായിരിക്കും റോഡ് വരുന്നത്. 17.2 തന്നെ റോഡായിരിക്കും. 3 മതി. 125 kVAക്ക് 175 ആംപിയറും അതിൽ 2 മീറ്റർ നീളവും 20 mm തിക്നെസ്സുള്ള കോപ്പർ ബോണ്ടഡ് റോഡ് ഉപയോഗിക്കണം. 160 kVAയിൽ വരുമ്പോൾ 224 ആയിരിക്കും അവിടുത്തെ ഫുൾ ലോഡ് കറണ്ട്. അവിടെ 2.5 മീറ്റർ നീളം 20 mm തിക്നെസ്സുള്ള 3 കോപ്പർ ബോണ്ടഡ് റോഡ്സാണ് ഉപയോഗിക്കേണ്ടത്. 250 kVAക്കും 200 kVAക്ക് 25 mm റോഡാക്കേണ്ടി വരും. 250 kVAക്ക് 3 മീറ്റർ നീളമുള്ള 25 അല്ലെങ്കിൽ 32 mm റോഡുകളാണ് ഉപയോഗിക്കേണ്ടത്. 25 mm ആണെങ്കിൽ 4 എർത്ത് ഇലക്ട്രോഡ്സ് യൂസ് ചെയ്യണം. 32 mm ആണെങ്കിൽ 3 ഉപയോഗിച്ചാൽ മതി. ഇനി ഇതേപോലെ തന്നെ 50 ഓം മീറ്റർ സോയിൽ റെസിസ്റ്റിവിറ്റിക്ക് ഇതേപോലെ തന്നെ ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അതിൻ്റെ തിക്നെസ്സും പിന്നെ അതിൻ്റെ നീളവും പിന്നെ എത്ര എണ്ണം എന്നുള്ളതാണ്. അതൊക്കെ മിക്കത് 3 തന്നെയാണ് വരുന്നത്. 250 kVAക്ക് ആകുമ്പോൾ മാത്രമേ അതിലൊരു 4 എന്നുള്ള വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ 70 ഓം മീറ്ററിൻ്റെ അതേപോലത്തെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം റെഫറൻസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 100 ഓം മീറ്ററിൻ്റെ അതേപോലെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഫുൾ ലോഡ് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഓൾറെഡി ഞാൻ വേറെ പല വീഡിയോസിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൽ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. 250 kVA ജനറേറ്ററിൻ്റെ ഫുൾ ലോഡ് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് 250 × 1000 ഹരണം √3 × 415 അവിടെ വോൾട്ടേജാണ് ചെയ്തേക്കണം. 350 എടുക്കുന്നുണ്ട്. അതിൻ്റെ ഫാൾട്ട് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കാണിച്ചേക്കുന്നത്. 0.12 വെച്ച് ഡിവൈഡ് ചെയ്ത് 2900 ഫാൾട്ട് കറണ്ട് വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് സബ്ട്രാൻസിയൻ റിയാക്റ്റൻസ് എന്ന് പറഞ്ഞൊരു വാല്യൂ എടുത്തിട്ടാണ് അങ്ങനെ കണ്ടുപിടിച്ചേക്കുന്നത്. ഈ 100 ഓം മീറ്റർ വരുമ്പോൾ നമ്മളിവിടെ കാണാം 250 kVAയുടെ ജനറേറ്ററിന് 6 എർത്ത് വിറ്റൊക്കെ വേണ്ടി വരുന്നൊക്കെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ 32 mm ആണെങ്കിൽ 5 റോഡ്സ് ഉപയോഗിക്കാനുള്ള കേസ് വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളൊരു കാൽക്കുലേഷനാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഇൻറ്റു റോ ഇൻറ്റു ടി റെസിസ്റ്റിവിറ്റി ഇൻറ്റു ടി ഡിവൈഡ് ബൈ 1140 ഇൻറ്റു അവിടുത്തെ റോഡ്സിൻ്റെ ഡയമീറ്ററും അതിൻ്റെ ലെങ്ത്തുമാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് വാല്യൂസ് ടൈം 3 സെക്കൻഡായിട്ട് എടുക്കണം. റോ അല്ല പി ആണ്. അത് ഓം മീറ്ററിൻ്റെ സ്ക്വയറാണ്. 100 × 100 നമ്മുടെ റെസിസ്റ്റിവിറ്റിയുടെ സ്ക്വയറാണ് വരുന്നത് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എത്രയാണെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒറിജിനൽ
കറണ്ട് ഡിവൈഡ് ബൈ 0.12 എന്ന് പറഞ്ഞാൽ നമ്മളൊരു തമ്പ് റൂൾ പോലെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഒരു 8.3 ഇരട്ടി എടുക്കുക. എത്രയാണ് കറണ്ട് അതിൻ്റെ 8.3 ടൈംസ്. ഇത് വലിയ വലിയ ജനറേറ്റർ ആകുന്നതോറുമാണ് ഒരു വാല്യൂ കൂടുതൽ പ്രസക്തമാകുന്നത്. ചെറിയ ജനറേറ്ററിൽ അത്ര അത് ബാധകമല്ല. പിന്നെ അവിടുത്തെ റെസിസ്റ്റിവിറ്റിയും കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലാണ് ഈ ഒരു സാധനം കൂടുതൽ ആപ്ലിക്കബിളായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന 5.8, അതായത് 6ഓളം എർത്ത് ഇലക്ട്രോഡ്സ് അവിടെ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ലാസ്റ്റ് ഭാഗത്തൊക്കെ ഇത്രയും ഫാൾട്ട് കറണ്ടിൻ്റെ ഒരു പ്രഭാവം കാരണമാണ് ഈ ഭാഗങ്ങളിൽ ഇത്തിരി കൂടുതൽ വന്നേക്കുന്നത്. പിന്നെ അവിടുത്തെ റെസിസ്റ്റിവിറ്റിയും കൂടുതലാണ് ആ ഒരു കേസിൽ. അതുകൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത്. അല്ലെങ്കിൽ മിക്കതും 3 തന്നെയാണ്, 3 തന്നെ ഉപയോഗിക്കാനാണ് കാണുന്നത്. അപ്പോൾ ഇത് എക്സൽ എർത്തിങ്സ് അവരുടെ ഒരു കാൽക്കുലേഷൻ ചാർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ അവരുടെ എക്സ്പെർട്ട് ഒപ്പീനിയൻസൊക്കെ നമുക്ക് കിട്ടും.